നമസ്കാരം. കേരളത്തിലെ ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സൈബർ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ നിലപാടിന് പിൻബലമകി നിരവധി പേർ രംഗത്തെത്തുകയാണ്. മുൻ DGP TP സെൻകുമാർ, BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി തുടങ്ങിയവർ രംഗത്തെത്തി. SNDP ഭരണ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ എതിർപക്ഷത്തായിരുന്ന TP സെൻകുമാർ എന്നാൽ ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ വെള്ളാപ്പള്ളിയുമായി ഒരുമിച്ച് പോരിനിറങ്ങിയത് ശ്രദ്ധേയമാവുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനായിരുന്നു ന്യൂനപക്ഷ പ്രീണനമാണ് CPM തകർച്ചയ്ക്ക് കാരണമെന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷം കൈയടക്കുന്നതിലും സുരേന്ദ്രൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിയാകാനും മടിക്കില്ല എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപനം CPMന്റെ ചങ്കിടിപ്പ് കൂട്ടി. CPMന്റെ ഈഴവ വോട്ട് ബാങ്കിൽ കോട്ടമുണ്ടായതായാണ് CPM തകർച്ചയ്ക്ക് കാരണമെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. CPMലെ ഈഴവർ BJPയിലേക്ക് ചേക്കേറുന്നതായും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്ന് വെള്ളാപ്പള്ളിക്കെതിരെ ആസൂത്രിതമായി സൈബർ ആക്രമണം ആരംഭിച്ചു. SNDPയിലെ വിമത നേതാക്കളെ ഇറക്കി വെള്ളാപ്പള്ളിയെ വിരട്ടാനായി CPM നീക്കം. മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട് സൈബർ പോരാളികൾ വെള്ളാപ്പള്ളിക്കെതിരെ അസഭ്യ വർഷം ആരംഭിച്ചു. TP സെൻകുമാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി കളത്തിലിറങ്ങിയത് രംഗം കൊഴുപ്പിക്കുകയാണ്. കേരളത്തിലെ വിവേചനം മനസ്സിലാക്കാൻ 1971 ഓരോ വിഭാഗത്തിനും എത്ര എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ അവ എത്ര വീതമായെന്നും നോക്കുവാനുമാണ് സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. വെള്ളാപ്പള്ളി നടേശനെതിരെ അശ്ലീല പ്രയോഗവും ഭീഷണിയും നടത്തിയ ഇസ്ലാമിക് ആക്ടിവിസ്റ്റ് ആബിദ് അടിവാരത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി രംഗത്തെത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായ സംഘടനയുടെ നേതാവിനെ ഇത്തരത്തിൽ അപമാനിക്കാൻ ആരാണ് ഈ ഭീകരവാദിക്ക് അനുമതി നൽകിയതെന്ന് സന്ദീപ് വാചസ്പതി ചോദിച്ചു. ഇയാൾക്കെതിരെ കേസെടുക്കാൻ പിണറായി പോലീസ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി കടൽക്കിഴവൻ എന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ആശയപ്രചാരകനായ ആബിദ് അടിവാരം അധിക്ഷേപിച്ചത്. യോഗനാഥം മാസികയിലൂടെ വെള്ളാപ്പള്ളി പറഞ്ഞ ചില സത്യങ്ങളാണ് മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചൊടിപ്പിച്ചത്. ഇടതു വലതു മുന്നണികൾ മുസ്ലിം പ്രീണനം നടത്തുന്നു. കേരളത്തിലുള്ള 9 രാജ്യസഭാ സീറ്റുകളിൽ 5 മുസ്ലിങ്ങളാണ്. ക്രൈസ്തവർ BJPയെ രക്ഷകരായി കാണുന്നു. ജനസംഖ്യയുടെ പകുതിയിലേറെയുള്ള ഹിന്ദുക്കൾക്ക് 2 സീറ്റാണ് നൽകിയത്. മതവിവേചനവും വിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രൈസ്തവരാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത്. സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ വെല്ലുവിളിക്കുന്നു. സർവേ നടത്തിയാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വ്യക്തമാകുമെന്നായിരുന്നു വെള്ളാപ്പള്ളി എഴുതിയത്.